മക്കളെ SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 3 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്മെന്റ് 3 മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റി എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ. ശരിയാണോ? ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകളുള്ള എലമെന്റുകൾ എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുമെങ്കിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളെ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കും. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണ് പി ബ്ലോക്ക് എലമെന്റുകൾ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് സാർ. ഒന്നും നോക്കാൻ ടിക്കണം. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2: പി ബ്ലോക്ക് എലമെന്റ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പി ബ്ലോക്ക് എലമെന്റ് പീരിയോഡിക് ടേബിളിന്റെ താഴെയാണുള്ളത്. അല്ല, പി ബ്ലോക്ക് എലമെന്റ്സ് എവിടെയുള്ളത്? പീരിയോഡിക് ടേബിളിന്റെ എവിടെയുള്ളത്? റൈറ്റ് സൈഡിലാണുള്ളത്. അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് തെറ്റാണ്. പി ബ്ലോക്ക് എലമെന്റ് തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അയോണൈസേഷൻ എന്താൽപി ഇൻക്രീസസ് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പ് എന്നാ പറയുന്നത്. എടാ, ഒരാറ്റത്തിന്റെ അവസാനത്തെ ഒരാറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണിത് അയോണൈസേഷൻ എനർജി. അതായത് ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ല് ഇവിടെ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി. ഒരു ഗ്യാഷ്യസ് ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടും. ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയും. അപ്പൊ കുറച്ച് എനർജി മതി അല്ലേ? ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കുറയും. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. കുറച്ച് എനർജി കൊടുത്താൽ മതി. സോ മൂവിങ് ടോപ്പ് ടു ബോട്ടം അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ല മക്കളെ. അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അത് തെറ്റാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ കറക്റ്റ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 ആർ നോട്ട് കറക്റ്റ് എന്നാ. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ നോട്ട് കറക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ നോട്ട് കറക്റ്റ്. അത് ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഉം 3 എന്താണ്? തെറ്റാണ്. ഇത് തെറ്റാണ്. സോറി, ഇത് തെറ്റാണ്. ഓക്കെ, യെസ്.